മൈസൂരിൽ നിന്ന് ഒരു 38 കിലോമീറ്റർ മാറി ഒരു ക്ഷേത്രം, കാവേരി നദിയുടെ തീരത്താണത്. ഇത് പഴയ രാജവംശം, ഹൊയ്സാല രാജവംശം പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ്, വൈഷ്ണവ ക്ഷേത്രമുണ്ട്. നരസിംഹ മൂന്നാമൻ, അദ്ദേഹത്തിൻ്റെ സേനാധിപതി സോമനാഥൻ എന്ന് പറയുന്ന ആൾ സമർപ്പിച്ചതാണിത്. ഫുള്ള് കരിങ്കല്ലിലാണ് ഇത് പണി കഴിപ്പിച്ചേക്കണം. ഒരു സ്തംഭം നോക്കി, ഇവിടെ ഫോട്ടോഗ്രാഫി സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചേക്കാണ്. എൻ്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഞാനൊരു സ്പെഷ്യൽ പെർമിഷനോടുകൂടി മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുക്കാനാണിത്. അത്ഭുതമാണിത്, അത്ഭുതം. 1258 പണി കഴിപ്പിച്ച ക്ഷേത്രമാണിത്. ഈ ഒരു വ്യൂ നല്ല ഭംഗിയുള്ള വ്യൂ കേട്ടോ. ദൂരെ നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഓരോ ഇതിലും കൊത്തുപണി വളരെ മനോഹരമാണ്. ഞാൻ തൊട്ടടുത്തോണ്ടേ കാണിക്കാം. ഇവിടെ നിന്നുള്ള ഈ വ്യൂ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതേപോലെ നേരെ ഓപ്പോസിറ്റും ഇതേപോലെ തന്നെ പ്രതിഷ്ഠ. ഇതാണ് പ്രധാന പ്രതിഷ്ഠ, വിഷ്ണു ഭഗവാന്റെ. നേരെ പുറത്തിറങ്ങണം. നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. കരിങ്കല്ല് നടന്ന് ഗ്ലേസിങ്. നമ്മൾ ഞെട്ടിപ്പോണ രീതിയിലുള്ള കൊത്തുപണികളാണ്. ഇതെങ്ങനെ കരിങ്കല്ലിൽ ചെയ്തു, എത്ര വർഷം കൊണ്ട് എത്ര പണിക്കാർ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. എത്ര വർഷം കൊണ്ടായിരിക്കും ഇവർ ചെയ്തത്, എത്ര പണിക്കാർ വെച്ചിട്ട്. 1258 ആലോചിക്കണം. ഓരോരോ ഇത് നോക്കി, കരിങ്കല്ലാണ് ഫുള്ള്. ഹൊയ്സാല രാജവംശത്തിൻ്റെ ഒരു തനതായ വാസ്തുശില്പ രീതിയാണ്. ഓരോ രാജവംശം ഭരിച്ചിരുന്ന സമയത്ത് ചെയ്തു കേട്ടോ.